ഒരു സംഗതി എന്താ വെച്ചാൽ ഇതുപോലൊരു തിയറി ഉണ്ടായിരുന്നു മനുഷ്യന്റെ ഇടയിൽ വന്ന് പരീക്ഷിച്ച പിന്നെ ഒരു തിയറി ഉണ്ടായിരുന്നു, സയന്റിഫിക് റേസിസം എന്ന് പറയും. യൂജനിക്സ് ഉണ്ടാക്കിയ ആളാരറിയും? നമുക്കറിയാം ചാൾസ് ഡാർവിൻ. നമുക്കറിയാം ചാൾസ് ഡാർവിന്റെ കസിനായിരുന്നു ഫ്രാൻസിസ് ഗാൾട്ടൺ. ഈ ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ് യൂജനിക്സ് ഉണ്ടാക്കിയത്. അമേരിക്കയിലൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. കാരണം അവർ പറഞ്ഞ അത് കുറച്ചുകൂടെ ഡേഞ്ചറാണ്. എങ്ങനെയാ അറിയോ? നമ്മൾ സമൂഹത്തിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വൈകല്യങ്ങളുള്ള ആൾക്കാരുണ്ട്. ഇവരെ സ്റ്റെറിലൈസ് ചെയ്യുക, ഒഴിവാക്കുക. ഇവർ സമൂഹത്തിന് എന്തില്ല, ഒരു ഗുണമൊന്നുമില്ല. ഇവരെ ആർമിക്ക് എടുക്കാൻ പറ്റില്ല, ഇവരെ ഒരു ബേർഡൻ ആണല്ലോ. എന്നിട്ട് ആൾക്കാരെ സെലക്റ്റീവ് ചെയ്ത് ബ്രീഡ് ചെയ്യുക. അതിന് പറഞ്ഞ തന്നെ സയന്റിഫിക് റേസിസം എന്നാണ്. അതായത് അവർ പറയുന്നത് ഇത്രേ ഉള്ളൂ, നമുക്ക് മനുഷ്യകുലം നല്ല രൂപത്തിലേക്ക് മുന്നോട്ട് പോകണം, നല്ല മനുഷ്യന്മാരാണ് ഇനി ഉണ്ടാവേണ്ടത്. നല്ല മനുഷ്യന്മാരുണ്ടാവണം, എന്ത് ചെയ്യണം? നല്ല ആളുകൾ ബ്രീഡ് ചെയ്യണം, നല്ല ആളുകൾ പരസ്പരം ബന്ധപ്പെട്ടിട്ട് വേണം കുട്ടികൾ ഉണ്ടാവാൻ. അപ്പോൾ ഈ മോശം ആളുകൾ, ഇവരുടെ കണ്ണിൽ വൈകല്യമുള്ള ആളുകൾ, അതുപോലെ തന്നെ അവരുടെ കണ്ണിൽ ബ്ലാക്കുകൾ, കറുത്ത വർഗ്ഗക്കാർ അവർ പറയും ബ്രെയിൻ റീട്ടാർഡർ ആയ ആളുകൾ എന്നുള്ളതാണ് അവർ പറയുക. അപ്പോൾ അതുപോലെ തന്നെ മങ്കിയിൽ നിന്ന് ഇങ്ങോട്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവര് ബ്രീഡ് ചെയ്തുകൊണ്ട് എന്നാലും എന്ത് ചെയ്യും? വംശം ഇങ്ങനെ പതിയെ ഇങ്ങനെ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുക? സ്റ്റെറിലൈസ് ചെയ്ത് അവരുടെ റീപ്രൊഡക്ഷൻ തടയുക. എന്നിട്ട് എന്ത് ചെയ്യുക? നല്ല ആളുകൾ, ഇവരുടെ നല്ല വെളുത്ത, പക്ഷെ ആ ഫാമിലി ഉണ്ടാക്കിയാലൊന്ന് പിന്നെ അതായത് ആ ബ്രീഡ് ചെയ്തല്ലോ, അതില് ചാൾസ് ഡാർവിന്റെ ഫാമിലി ആയിരുന്നു ഒരു മുന്നേ വെച്ച്. അതായത് ഭയങ്കര നോളജ് ഉള്ള ഫാമിലി. അപ്പോൾ ഒരു പരീക്ഷണം നടന്നിരുന്നു അതിന്റെ പേര്. അല്ല, ഇത് പിന്നെ അമേരിക്കയിൽ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം എത്രയോ എണ്ണം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ബ്ലാക്സിനെ സ്റ്റെറിലൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് ഈ പേപ്പട്ടികളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ് നമ്മൾ. പക്ഷെ അന്നത്തെ ബേസിൽ അത് സയന്റിഫിക്കലി എന്താണ് അപ്പിയർ ചെയ്തു അങ്ങനെയായിട്ട്. ഇത് സയന്റിഫിക് ആയിട്ട് തന്നെയാണ് നമ്മളെ ഗവൺമെന്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് USA അല്ല, ജർമ്മനിയിലാണ്. അതിന്റെ ഒരു പേര് തന്നെ ഉണ്ട്, നാസി യൂജനിക്സ്. അവരുടെ ഈ നമീബിയയിലൊക്കെ പോയി കൊന്നതിന് കാരണം പിന്നെ ഒക്കെ ഹിറ്റ്ലർ പറയുന്നത് എന്താണ്? ആര്യൻ റേസ്. ഈ ആര്യൻ റേസ് തിയറി പിന്നെ മൂപ്പര് പറയുന്നുണ്ടല്ലോ, ഇന്ത്യ റേസാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിന് വേറെയുള്ളവരെ ഇല്ലായ്മ ചെയ്യാനും ഇതിൽ ഈ റേഷ്യൽ പ്യൂരിറ്റി ഉണ്ടാക്കാനും ഈ പറഞ്ഞ നാസി യൂജനിക്സ് പുറമൊക്കെ കാണുമ്പോൾ എന്താ കംപ്ലീറ്റ്ലി സയന്റിഫിക്. പക്ഷെ ഇന്ന് ഒരാളോട് ചോദിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാസി യൂജനിക്സ് നല്ലതായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോറലി കറക്റ്റ് അല്ല, സയന്റിഫിക്കലി കറക്റ്റ് അല്ല, അതൊരു സ്യൂഡോ സയൻസ്.